എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അബി കണ്ണാടി നോക്കി സൗന്ദര്യമൊക്കെ ഒന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നവ്യ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് നവ്യ ചോദിക്കും, എന്താടാ ഒന്ന് സുന്ദരനായേക്കാം എന്ന് തീരുമാനിച്ചത്? അങ്ങ് AN ജ്വല്ലറിയിൽ മാനേജർ ആകുന്നതിന് മുമ്പ് ഒന്ന് സെറ്റപ്പ് ആകുന്നതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുറച്ച് സെറ്റ് ആയേക്കാം എന്നിങ്ങനെ പറയുന്നു. അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട്, നീ AN ജ്വല്ലറിയിൽ മാനേജറായിട്ട് പോകുന്ന കാര്യം നിൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു, എന്നിട്ടും എന്താ നീ ഈ വീട്ടിൽ പറയാത്തത് എന്ന് ചോദിക്കുമ്പം അബി പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞാൽ ശരിയാകിയല്ല, നീ പറയണമെന്ന്. അന്നേരം നവ്യ ചോദിക്കും, അതെന്തിനാ ഞാൻ പറയുന്നേ, നിനക്കങ്ങ് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞാൽ ശരിയാകിയല്ല, അമ്മായി എന്തെങ്കിലുമൊക്കെ തിരിച്ചു പറയും, അപ്പോൾ പിന്നെ എനിക്ക് ചിലപ്പം ജോലിക്ക് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ തന്നെ പറഞ്ഞാൽ മതി എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, അതൊന്നും നീ നോക്കേണ്ട കാര്യമില്ല, നിനക്ക് ജോലി കിട്ടുമ്പോൾ അമ്മായിക്ക്, വലിയമ്മായിക്ക് മാത്രമല്ല ഇളയമ്മായിക്കും ചിലപ്പം വിഷമം തോന്നും, കാരണം അവരുടെ മോനാണ് നിന്നെ ആ ജ്വല്ലറിയിൽ നിന്ന് പുറത്താക്കിയത്. ഇനിയിപ്പം നീ AN ജ്വല്ലറി പോയതിന് ശേഷം അവിടം പുരോഗമിക്കുകയും ഇവിടെ മൂർത്തി ജ്വല്ലറി തകർന്നടിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വിഷമം തോന്നും സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് നീ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടുത്തെ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ അടുത്ത് പോയി അനുവാദം ചോദിക്കണം നീ. ഇനിയിപ്പോൾ അവർ അനുവാദം തന്നില്ലെങ്കിലും നമ്മൾ പോവും, പക്ഷെ പറയേണ്ടത് നിൻ്റെ കടമയാണ് എന്നിങ്ങനെ പറയുക. അന്നേരം അബി പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞാൽ ശരിയാകിയല്ല, നീ തന്നെ പറയണമെന്ന്. അന്നേരം നബി പറയും, നീ എന്തിനാ പേടിക്കുന്നത്, ആരെയാ പേടിക്കുന്നത്, അവരിവിടെ നിനക്കൊരു ജോലി തരുന്നില്ല, പിന്നെ നീ പുറത്ത് പോയി ജോലി ചെയ്താൽ അവർക്കെന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്നു. അന്നേരം അബി പറയുവാണ്, അതെ എനിക്കിപ്പം ഇവിടെ പറഞ്ഞില്ല എന്നോർത്തും കുഴപ്പമൊന്നുമില്ല, ആരും അറിയാതെ AN ജ്വല്ലറി ജോലിക്ക് പോയാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുക. അന്നേരം നബി പറയുന്നുണ്ട്, അവർ AN ജ്വല്ലറിയുടെ ബ്രാഞ്ചിൻ്റെ ഓപ്പണിങ് വലിയ ഗ്രാൻഡായിട്ടാണ് നടത്തുന്നത്. അന്നേരം എല്ലാവരും അറിയും, മീഡിയാസും ഒക്കെ ഉണ്ടാവും അവിടെ, അപ്പം നിന്നെ എല്ലാവരും കാണില്ലേ, അന്നേരം എല്ലാവരും അറിയില്ലേ എന്ന് ചോദിക്കുവാണ്. അന്നേരം അബി പറയുക, അന്നൊരു ദിവസത്തേക്ക് നീ വിളിച്ചതുകൊണ്ട് ഞാൻ അവിടെ വന്നതാണ് എന്ന് പറഞ്ഞോളാം, അല്ലാതെ ആരെ അറിയിക്കേണ്ട എന്ന്. അന്നേരം നബി പറയുന്നുണ്ട്, എടാ എന്നും രാവിലെ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് വൈകിട്ട് തിരിച്ച് കയറി വരുമ്പം എല്ലാവരും ചോദിക്കും നീ എവിടെ പോയതാണെന്ന്, അന്നേരം അതിന് മറുപടി പറയണ്ടേ, അതുകൊണ്ട് ഈ വീട്ടിൽ പറഞ്ഞേ പറ്റുള്ളൂ, നീ ഇങ്ങ് പറയാമെന്ന് പറയുന്നു. അന്നേരം അബിക്ക് ഭയങ്കര ടെൻഷൻ. അബി പറയുക, നീയും കൂടെ വരണം, എന്നിട്ട് ഞാൻ പറഞ്ഞു കഴിയുമ്പം ഞാൻ ഇച്ചിരി താഴ്മയോടുകൂടി പറഞ്ഞോളാം, നീ നിൻ്റെ അഭിപ്രായങ്ങളും വാദങ്ങളും ഒക്കെ അന്നേരം പറഞ്ഞോളാം, അപ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ലല്ലോ എന്ന് പറയുന്നു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നവ്യ കൂടി ചെല്ലുന്നുണ്ട്. ഈ സമയം താഴെ മുത്തച്ഛനും മുത്തശ്ശിയും ദേവയാനിയും കൂടി ഇരുന്ന് ജ്വല്ലറിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുത്തച്ഛൻ പറയുന്നുണ്ട്, ഈ വിഷുവിന് നമ്മൾ താഴേക്ക് തന്നെ പോകും, AN ജ്വല്ലറി ആയിരിക്കും ഒന്നാം സ്ഥാനത്ത് എത്തുന്നത്, അതിലെനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല, ഒരാൾ MD ആയിട്ട് സ്ഥാനം ഏൽക്കുന്നതേ ആ കമ്പനിയെ ഉയർച്ചയിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല എന്നുള്ള ബോധ്യമൊക്കെ എനിക്കുണ്ട്, വിഷു പോട്ടെ, അടുത്ത ഓണത്തിന് നമുക്കിത് മേക്കപ്പ് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നവ്യയും അഭിയും വരുന്നത്. അപ്പം അവിടെ ദേവേനെ ഇരിക്കുന്ന കാണുമ്പോൾ അഭി പറയും, അയ്യോ അവിടെ അമ്മായി ഇരിപ്പുണ്ട്, നമുക്കിപ്പോൾ പറയണ്ടെന്ന്. അന്നേരം പറഞ്ഞ എന്നാ കുഴപ്പം എന്ന് ചോദിക്കുവാണ് നവ്യ. അപ്പോൾ ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പിറുപിറുക്കെന്ന് കേൾക്കുമ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ രണ്ടുപേരുടെ അവിടെ നിന്ന് അവിടെ നിന്ന് തിരിഞ്ഞ് കളിക്കുന്നതെന്ന് ചോദിക്കും. എന്തൊക്കെ അവർ ഫ്രണ്ടിലോട്ട് വരും. എന്നിട്ട് നവ്യ പറയുന്നുണ്ട് മുത്തശ്ശനോട്, ഞാൻ മുത്തശ്ശനെ കാണാൻ വേണ്ടി റൂമിലേക്ക് വന്നതാണ്, അന്നേരം കണ്ടില്ല എന്ന്. അന്നേരം മുത്തശ്ശൻ പറയും, ഇപ്പോൾ കണ്ടല്ലോ, ഇനി പറയാനുള്ള കാര്യം പറഞ്ഞോ എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഇവനിപ്പോൾ ഒരു ജോലിയില്ല, ഇവിടുത്തെ ജ്വല്ലറിയിൽ നിന്നല്ല ഇവനെ പുറത്താക്കി, അതുകൊണ്ട് അവനൊരു വേറെ ജോലി വേണം, അങ്ങനെ ഒരു ജോലി കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പം മുത്തശ്ശൻ ചോദിക്കും, ജോലിയില്ലെന്ന് ആരാ പറഞ്ഞേ, അവൻ ഈ വീട്ടിൽ ജോലിയൊക്കെ ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കും. അന്നേരം നവ്യ പറയുന്നുണ്ട്, അതൊരു വേലക്കാരൻ്റെ ജോലിയല്ലേ, അതല്ല അവന് വേണ്ടത് എന്ന് പറയുമ്പം ദേവേനി പറയുവാണ്, അവൻ ആ വേലക്കാരൻ്റെ ജോലി ചെയ്യാനുള്ള യോഗ്യത പോലുമില്ല, പിന്നെ ഇവിടെ നിർത്തുന്നതേ ഉള്ളൂ എന്ന്. അന്നേരം നവ്യ പറയുന്നുണ്ട്, അത് അമ്മായിയുടെ അഭിപ്രായം, ഇവൻ എൻ്റെ ഭർത്താവാണ്, അവൻ അങ്ങനെ ജീവിച്ചാൽ പോരാ, അവന് നല്ലൊരു ജോലി വേണം, ഞങ്ങൾക്കും ജീവിക്കണം, അതുകൊണ്ടാണ് പുതിയൊരു ജോലി കണ്ടെത്തിയത് എന്നൊക്കെ പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇവൻ എവിടെ പോയി ഇരുന്നാലും അവിടെ ഉണ്ടാക്കുന്ന നാശം എന്താണ് എന്ന് നമുക്കറിയാലോ, അവൻ നല്ലൊരു ശമ്പളം കൊടുത്താലും അവൻ കൈയിട്ട് വരും, അതുപോലെ അവിടെ നശിപ്പിക്കും, അത് അവൻ്റെ സ്വഭാവ ഗുണമാണ്, ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇപ്പം എവിടെയാണ് ജോലി കിട്ടിയത് എന്ന് പറയുമെന്ന് പറയും. അന്നേരം നവ്യ പറയുവാണ്, ഇതിനു മുമ്പ് ഞാൻ സൂചിപ്പിച്ചായിരുന്നു AN ജ്വല്ലറിയിൽ ഇവനൊരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന്, അവരോട് ഞാൻ എൻ്റെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞപ്പം പുതിയ ബ്രാഞ്ചിൻ്റെ മാനേജറായിട്ട് ഇവനെ സെലക്ട് ചെയ്തിട്ടുണ്ട്, അവൻ അവരുടെ പുതിയ ബ്രാഞ്ചിൻ്റെ മാനേജറാണ് എന്ന് പറയുമ്പം ദേഷ്യം വരുന്നുണ്ട് മുത്തശ്ശിക്ക് പോലും. മുത്തശ്ശി ചോദിക്കുവാണ്, AN ജ്വല്ലറിക്കാരാണ് നമ്മളെ തകർക്കാൻ നോക്കുന്നത്, അവരുടെ ജ്വല്ലറി തന്നെ ഇവന് ജോലിക്ക് പോകണമല്ലേ, കൊള്ളാലോ, എന്തിനാണ് അങ്ങനെ നീ ജോലിക്ക് പോകുന്നത്, ഇവിടുത്തെ രഹസ്യങ്ങളൊക്കെ അവിടെ കൊണ്ടേ പറയാനാണോ എന്ന് ചോദിക്കുന്നു. അന്നേരം മുത്തശ്ശനും ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് യോഗ്യത ഉണ്ടായിട്ടാണ് അവരവിടെ മാനേജറായിട്ട് സെലക്ട് ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലായില്ല, പിന്നെ നീ അവിടെ ജോലിക്ക് പോവുകയാണെങ്കിൽ ഒരു ഉപകാരം ഞങ്ങൾക്കുണ്ടാകും, കാരണം വിഷുവിന് അവരായിരിക്കും മുന്നിൽ സെയിൽസിൽ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇരിക്കുന്നത്, ഇതിപ്പോൾ അങ്ങനെ
സംഭവിച്ചാൽ പോലും അത് പെട്ടെന്ന് താഴേക്ക് എത്തിക്കാൻ ഇവന് സാധിക്കുമെന്ന് മുത്തശ്ശൻ പറയുമ്പം ദേവയാനി പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, AN ജ്വല്ലറിയിലെ മാനേജരായിട്ട് ഇവൻ പോകത്തില്ല, അവൻ അവിടെ ജോലി ചെയ്യത്തില്ല എന്ന്. എന്നിട്ട് അബിക്ക് ആകെ ടെൻഷൻ ആവുകയെ. അബി ഇങ്ങനെ നവ്യയുടെ മുഖത്തേക്ക് നോക്കുമ്പം നവ്യ പറയുവാണ്, മുത്തച്ഛനോടും എല്ലാവരോടുമായിട്ട് പറയുവാണ്, ഇത് എന്തൊരു കഷ്ടമാണ്, ഇവിടുന്ന് അവനെ പുറത്താക്കി, ജ്വല്ലറിയിൽ യാതൊരു ജോലിയും കൊടുക്കുന്നില്ല, എന്നിട്ട് ഇപ്പോൾ ഇവനെ വീട്ടുജോലി ചെയ്യിപ്പിച്ച് ഇവിടെ നിർത്തിയേക്കുവാണ്. ഞങ്ങൾക്കും ജീവിക്കണം, ഞങ്ങൾക്ക് ഒരു ജോലി വേണം, അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞിട്ട് അവർ ജോലി കൊടുത്തത്, അതിനും പോകാൻ സമ്മതിക്കത്തില്ലെങ്കിൽ ഇതെന്തൊരു കഷ്ടമാണ്, ഇങ്ങനെയാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങളെ ഞങ്ങൾക്ക് എതിർക്കേണ്ടി വരും എന്ന് പറയുവാണ് നവ്യ. അന്നേരം ദേവേനി പറയുന്നുണ്ട്, എന്ത് എതിർത്തെന്ന് പറഞ്ഞാൽ അവൻ അവിടെ ജോലിക്ക് പോകില്ല എന്ന്. പക്ഷെ മുത്തശ്ശൻ സമ്മതിക്കുന്നില്ല. മുത്തശ്ശൻ പറയുവാണ്, ഇപ്പം നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ന്യായമാണ്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, അവൻ അങ്ങോട്ട് ജ്വല്ലറിയിൽ ജോലിക്ക് പോയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, നീ പോയിക്കോട്ടെ, അവിടെ പോയി നല്ല രീതിയിൽ നീ ജോലി ചെയ്യുക, ആത്മാർത്ഥത കാണിക്കണം കേട്ടോ എന്നൊക്കെ പറയുമ്പം, ഉവ്വ മുത്തശ്ശൻ, ഞാൻ ആത്മാർത്ഥമായിട്ട് നിന്നോളാം, ഞാനിനി നന്നായിക്കോളാം എന്നൊക്കെ പറയുവാണ്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, പോയി ജോലി ചെയ്തു, നന്ദികേട് കാണിക്കാതിരുന്നാൽ മതി എന്ന്. എന്നിട്ട് നവ്യോടും പറയൂ കേട്ടോ, നിൻ്റെ ഭർത്താവ് അവിടെ ജോലിക്ക് പോയിക്കോട്ടെ, നിൻ്റെ ആവശ്യം ഞാൻ അംഗീകരിച്ചു, പോരേന്ന് ചോദിക്കുമ്പം നന്ദിയുണ്ട് മുത്തശ്ശ എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണവും കൂടെ അങ്ങോട്ട് പോകുന്നു. പോയി കഴിയുമ്പം ദേവേനി പറയുന്നുണ്ട്, ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു അച്ഛാ, അവനെ അവിടെ ജോലിക്ക് വിടാൻ പാടില്ലായിരുന്നു എന്നിങ്ങനെ പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെ ചിന്തിക്കേണ്ട ദേവയാനി, അവനിവിടെ നമ്മളൊരു ജോലി കൊടുക്കുന്നില്ലല്ലോ, അപ്പോൾ അവൻ അവിടെ ജോലി ചെയ്തോട്ടെ, അതിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല എന്ന് മുത്തശ്ശൻ പറയുന്നു. ആകെ വിഷമമാട്ടോ ദേവയാനിക്ക്. ഇത് കേട്ടോണ്ട് ഇതൊക്കെ ജലജയ്ക്ക് ഭയങ്കര സന്തോഷമായി. അതുപോലെ ഈ കാര്യങ്ങളെല്ലാം ദേവയാനി ആദർശിനെ വിളിച്ചു പറഞ്ഞു. ആദർശ് ഈ കാര്യങ്ങളെല്ലാം നയനയോടും പറയുന്നുണ്ട്. അന്നേരം നയന പറയുന്നുണ്ട്, അവൻ എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്ത് കൊടുത്തു കാണും, അവർക്ക് അതിനുള്ള പ്രത്യുപകാരമായിട്ടായിരിക്കും ഈ ജോലി കൊടുത്തത് എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പ്രത്യുപകാരമായിട്ട് അവർക്ക് പൈസ കൊടുത്താൽ പോരെ, ഏതൊരു ബിസിനസ്സുകാരനും ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് നല്ല രീതിയിൽ അതിനെപ്പറ്റി പഠിക്കും, അതുപോലെ അവിടെ ഒരു സ്റ്റാഫിനെ വെക്കുന്നതിന് മുമ്പ് അവരുടെ A to Z അന്വേഷിക്കും, കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞാലല്ലേ സത്യസന്ധനാണെന്ന് ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഒരു ഗോൾഡ് ബിസിനസ്സൊക്കെ ആകുമ്പോൾ അവർ എന്നെപ്പറ്റി എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് പുറപ്പെട്ടതും അങ്ങ് ദുബായി പോയി ഇറങ്ങിയതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ എന്നെപ്പറ്റി അന്വേഷിച്ച് അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മൂർത്തി ജ്വല്ലറിയെക്കുറിച്ചും വീട്ടിലെ ഉള്ളതിനെപ്പറ്റി വരെ അവർക്ക് പലതും അറിയാം. അങ്ങനെ അന്വേഷിക്കുന്ന അവർ ഉറപ്പായിട്ടും അബിയെപ്പറ്റിയും അറിഞ്ഞു കാണുമല്ലോ. കള്ളക്കടത്ത് സ്വർണം വിറ്റതിൻ്റെ പേരിൽ ജയിലിൽ പോയ ഒരുത്തനെ ഒരു ബ്രാഞ്ചിൻ്റെ മാനേജരാക്കുന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ നമ്മളറിയാത്ത വേറെ എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. അന്നേരം നയനയും പറയുന്നുണ്ട്, അവർ വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ച് കാണും, അല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യുകയില്ല, അവർ ജ്വല്ലറി തുടങ്ങിയത് ചേച്ചിയെ പിടിച്ച് മോഡലാക്കി, ചേച്ചിയുടെ കഴിവ് എന്താണ് എന്ന് നമുക്കറിയാം, എന്നിട്ട് അപ്പോൾ പിന്നെ എന്തൊക്കെയോ കാര്യമുണ്ട് എന്ന് നയനയും പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇത് ഒരിക്കലും ഒരു ബിസിനസ്സുകാർ തമ്മിലുള്ള മത്സരമല്ല, ആനന്ദപുരി തറവാടിനോട് കാലങ്ങളായിട്ട് വൈരാഗ്യമുള്ള ആരോ ഇതിൻ്റെ പിന്നിൽ നിന്ന് കളിക്കുന്നുണ്ട്, അത് ഉറപ്പാണ് എന്ന് ആദർശ് പറയുന്നു. അതുപോലെ തന്നെ ആദർശ് പറയുന്നുണ്ട്, അവരിതെല്ലാം ചെയ്യുന്നത് നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയാണ്, നമ്മൾ പുറത്താക്കിയ ഒരാൾക്ക് അവർ ജോലി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടിയാണ്, ഒരിക്കലും ഇത് ഒരു സ്ഥിര നിയമനമൊന്നും ആയിരിക്കില്ല, താൽക്കാലിക നിയമനമായിരിക്കും, അവർ എന്തൊക്കെയോ മനസ്സിൽ കാണുന്നുണ്ട് എന്നൊക്കെ ആദർശ് നയനയും കൂടെ പറയുന്നുണ്ട്. പിന്നീട് കനകയും ഗോവിന്ദനെയാണ് കാണിക്കുന്നത്. അവരും ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞു. ഇതറിയുമ്പം കനകയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. കനക പറയുന്നുണ്ട്, ഒരിക്കലും അവനെ ആ ജ്വല്ലറി ജോലിക്ക് വിടരുത്, കാരണം മൂർത്തി ജ്വല്ലറിയെ തകർക്കാൻ ശ്രമിക്കുന്നത് AN ജ്വല്ലറിയാണ്, അവിടെ തന്നെ അവൻ ജോലിക്ക് പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല, അത് നടക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പം ഗോവിന്ദൻ പറയാം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂർത്തി സാറ് പോലും അതിന് അനുവാദം കൊടുത്തു എന്നാണ് നവ്യ പറഞ്ഞത് എന്ന് പറയുമ്പം കനക പറയുന്നുണ്ട്, മൂർത്തി സാറ് അങ്ങനെയൊക്കെ ചെയ്യും, അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയത്തില്ല, ആദർശനോട് ഇത്രത്തോളം ദേഷ്യവും വൈരാഗ്യവും ഒക്കെ കാണിക്കാൻ പാകത്തിന് അവനൊന്നും ചെയ്തിട്ടില്ല. ഗോവിന്ദേട്ടൻ അറിയാലോ, ഈ വീട് നമ്മുടെ പേരിലാണ്, ഇപ്പം നമുക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ആദർശ് മോൻ, അതുകൊണ്ട് തന്നെ അവനൊരു പ്രശ്നം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ അവൻ്റെ കൂടെ നിൽക്കണ്ടേ, നമ്മൾ അവർക്ക് ഒരു സപ്പോർട്ട് ആകണ്ടേ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഏതായാലും അവനെ വിളിച്ചിട്ട് എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ അവനോട് പറയുന്നുണ്ട്, അവൻ കുറുക്കനാണ് എന്നുള്ള കാര്യം നമുക്ക് പണ്ടേ അറിയാം, എൻ്റെ മോള് ഒരിക്കലും അത് മനസ്സിലാക്കിയതാണ്, പിന്നെയും അവൻ്റെ ചതിവലയിൽ പോയി അവൾ വീണു, അതുകൊണ്ട് തന്നെ ഇനി അവനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നവ്യയ്ക്ക് ആദർശനോട് ഭയങ്കര ബഹുമാനമൊക്കെ ആയിരുന്നു, ഇപ്പോൾ അതില്ല, അതിന് കാരണം ചന്തുവിൻ്റെ അച്ഛൻ ആദർശാണ് എന്ന് അവൾ വിശ്വസിക്കുന്നതാണ്. ഇനിയും ഈ രഹസ്യങ്ങളൊന്നും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല, അതൊക്കെ പുറത്തേക്ക് വരാനുള്ള സമയമായി എന്നാണ് തോന്നുന്നത് എന്ന് കനക പറയുന്നുണ്ട്.
അതുപോലെ ഇതിനു മുമ്പ് ആദർശും നയനയും കൂടെ സംസാരിച്ചായിരുന്നല്ലോ. അന്നേരം നയനയും ആദർശിനോട് പറയുന്നുണ്ട്, "ആദർശേട്ടാ, ഇനി സത്യങ്ങൾ ചേച്ചിയോട് മറച്ചു വെക്കേണ്ട കാര്യമില്ല. അങ്ങനെ മറച്ചു വെച്ചാൽ ഒരുപാട് ആപത്തുണ്ടാവും. നമുക്കത് തുറന്ന് പറയണമെന്ന്" പറയുമ്പം ആദർശ് പറയുവാണ്, "അങ്ങനെ നമ്മളായിട്ടൊന്നും തുറന്ന് പറയണ്ട. ഏതായാലും നിൻ്റെ ചേച്ചിയുടെ അഹങ്കാരത്തിനുള്ളത് അവൾക്ക് താമസിക്കാതെ കിട്ടിക്കോളും. ഇപ്പം പോകുന്ന പോലെ തന്നെ കാര്യങ്ങൾ പോകട്ടെ" എന്ന്. നവ്യയെ അഹങ്കാരിയാക്കിയ ആൾക്കാർ ഇവരൊക്കെ തന്നെയാണ്. സത്യം മറച്ചു വെച്ചുകൊണ്ട് ഇവർ നന്മവരം കളിക്കുമ്പം നവ്യയുടെ ജീവിതമാണ് വീണ്ടും വീണ്ടും തകർന്നടിയുന്നത്. അത് ഇവർ മനസ്സിലാക്കുന്നില്ല. എന്നിട്ടിപ്പം നവ്യയ്ക്കാണ് അഹങ്കാരം പോലും. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം കനക അഭിയെ വിളിക്കുന്നുണ്ട്. അഭി ഫോൺ എടുക്കാൻ തുടങ്ങുമ്പം കനകയാണെന്നറിയുമ്പോൾ ദേഷ്യമാണ്. ജലജ അടുത്ത് നിൽപ്പുണ്ട്. ജലജയോട് പറയുന്നുണ്ട്, "എൻ്റെ അമ്മായിമ്മയാണ് വിളിക്കുന്നത്" എന്ന്. അപ്പോൾ വീണ്ടും വീണ്ടും വിളിക്കുമ്പം ജലജ പറയുന്നുണ്ട്, "നീ ഫോൺ എടുക്കുക, അല്ലെങ്കിൽ അവരിങ്ങോട്ട് ഇടിച്ചു കയറി വരുമെന്ന്." ഏതായാലും അഭി ഫോൺ എടുക്കും. ഫോൺ എടുത്ത് കഴിയുമ്പം കനക ചോദിക്കുന്നുണ്ട്, "നിനക്കൊരു ജോലി കിട്ടിയെന്നൊക്കെ അറിഞ്ഞല്ലോ" എന്ന്. അന്നേരം കിട്ടി, AN ജ്വല്ലറിയിലാണ്, അങ്ങനെ ഒരു ഓഫർ വന്നു എന്ന് പറയുമ്പം, "അങ്ങനെ ഒരു ഓഫർ വന്നെങ്കിൽ അതങ്ങ് വലിച്ചു കീറി കളഞ്ഞേരെ നീ ആ ജോലിക്ക് പോകണ്ട" എന്ന് പറയുമ്പം, "നല്ല ശമ്പളമൊക്കെ കിട്ടുന്ന ജോലിയാണ്" എന്ന് പറയും. അന്നേരം കനക പറയുന്നുണ്ട്, "എന്തൊക്കെ ശമ്പളം കിട്ടി എന്ന് പറഞ്ഞാലും നീ ആ ജോലിക്ക് പോകണ്ട. നിനക്കും നവ്യയ്ക്കും ലാവിഷായിട്ട് ജീവിക്കാനുള്ളത് മൂർത്തി സാറ് തരുന്നു. അതുകൂടാതെ ആ കുടുംബത്തെയും അവരുടെ ബിസിനസ്സിനെയും തകർക്കാൻ നോക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ജോലിക്ക് പോകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അങ്ങനെ നീ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൻ്റെ അവസാനമായിരിക്കും ഇത്" എന്നൊക്കെ പറയുമ്പം ആകെ വിഷമിച്ച് നിൽക്കുവാണ് അഭി. അപ്പോഴത്തേക്ക് റൂമിലേക്ക് വരുന്ന നവ്യയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നവ്യ ഫോൺ മേടിക്കും. എന്നിട്ട്, "ഞാൻ നവ്യയാണ്" എന്ന് പറയുമ്പം, "നിന്നോടുകൂടിയാണ് ഒരു കാര്യം പറയുന്നത്. അവൻ AN ജ്വല്ലറിയിൽ മാനേജരായിട്ട് പോകരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനമായിരിക്കും ഇത്" എന്നിങ്ങനെ പറയുവാണ്. അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട്, "ഇവിടെ മൂർത്തി ജ്വല്ലറിയുടെ രക്ഷാധികാരിയായ മൂർത്തി മുത്തശ്ശനില്ലാത്ത വിഷമമാണോ അമ്മയ്ക്ക് എന്ന്?" അന്നേരം കനക പറയുന്നുണ്ട്, "അതെ, എനിക്ക് അവരെക്കാൾ കൂടുതൽ വിഷമമുണ്ട്. കാരണം എന്ത് പ്രതിസന്ധിയിലും ഞങ്ങളുടെ കൂടെ നിന്നേക്കുന്നതാണ് അവർ. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പം അവരെക്കാൾ ഏറെ അത് തടയാൻ നോക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. അത് ഞങ്ങൾ ചെയ്യും" എന്നിങ്ങനെ പറയുമ്പം നവ്യ പറയുന്നുണ്ട്, "അത്രയും വിഷമമുണ്ടെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യുക, ഞങ്ങളുമായിട്ടുള്ള ബന്ധം അമ്മ അങ്ങ് അറുത്ത് മുറിച്ചാൽ മതി" എന്ന് പറയുമ്പം കട്ടക്കലിപ്പിലിരിക്കുന്ന കനകയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.